സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും തന്നെ പല സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ മൊബൈലിൽ സൂക്ഷിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഫോട്ടോസുകൾ, വീഡിയോസുകൾ, ഡോക്യുമെൻസുകൾ, അതുപോലെ തന്നെ പല മെസ്സേജുകളും, പല സീക്രട്ടായിട്ടുള്ള ഐഡികളും ഒക്കെ നമ്മുടെ മൊബൈലിൽ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. എന്നാൽ ഇതൊക്കെ മറ്റുള്ളവർ കാണുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ മൊബൈലിൽ സാധാരണ ലോക്ക് ഉപയോഗിക്കാറുണ്ട്, പക്ഷേ പല സന്ദർഭങ്ങളിലും നമ്മൾ ലോക്ക് ചെയ്യാൻ മറന്നു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും കണ്ടെത്താനും അവർക്ക് ദുരുപയോഗം ചെയ്യാനും സാധിക്കും. പിന്നെ നമുക്കും നാണക്കേടുണ്ടാകുകയും ചെയ്യും. എന്നാൽ ഇതൊക്കെ നമുക്ക് ഒരു ട്രിക്കിലൂടെ തടയാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് നമുക്കൊരു കിഡിലൻ ആപ്പ് ലോക്ക് ഉപയോഗിക്കാം. എല്ലാ കാര്യങ്ങളും നമുക്കിതിലൂടെ ലോക്ക് ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു പിൻ നമ്പർ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി 1234 എന്ന് ടൈപ്പ് ചെയ്തു. താഴെ ഇവിടെ ഒരു ടിക്ക് മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അതേ നമ്പർ തന്നെ ഒന്നുകൂടി റീ എൻ്റർ ചെയ്യുക, 1234. അതിനുശേഷം താഴെ കാണുന്ന ടിക്ക് മാർക്ക് ഒന്ന് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഫിംഗർ പ്രിൻ്റ് യൂസ് ചെയ്യണോ വേണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റിലാണ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യേണ്ടത് എങ്കിൽ നിങ്ങൾ യെസ് കൊടുക്കുക. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പിൻ നമ്പർ മാത്രം മതി എങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഞാൻ ഫിംഗർ പ്രിൻ്റ് തന്നെ ഇവിടെ യെസ് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 3 സംഭവങ്ങൾ ഏറ്റവും മുകളിൽ കാണുന്നുണ്ട്. ആപ്പ് ലോക്ക് എന്നും, സ്ക്രീൻ എന്നും, സെറ്റിങ്സ് എന്നും. സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ പാസ്വേഡ് ചേഞ്ച് ആക്കുന്ന ഓപ്ഷനുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഞാനതൊന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സ്ക്രീൻ എന്ന ഭാഗത്തും നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ള സംഭവം ഇല്ല. നമുക്ക് ആപ്പ് ലോക്ക് എന്ന ഭാഗത്ത് തന്നെ മാറ്റി കൊടുക്കാം. അതിനുശേഷം താഴെ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിലുള്ള ഈ ഒരു ടാഗിൾ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ ഇത് ലോക്കാവും. അതായത് നിങ്ങളുടെ മൊബൈലിലുള്ള ഇൻബിൽറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനും മൊത്തമായിട്ടും ലോക്കാവും. നമുക്ക് ചില ആപ്ലിക്കേഷൻസുകൾ മാത്രമാണ് ലോക്ക് ചെയ്യണം എങ്കിൽ നമ്മൾ ആ ആപ്ലിക്കേഷൻ മാത്രം ഇവിടെ തിരഞ്ഞെടുക്കും. ഞാനിപ്പോൾ വാട്സപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ വാട്സപ്പ് ലോക്കായിട്ടുണ്ട്. പക്ഷേ താഴെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. ആ പ്ലസ് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഇത് ലോക്കാകുകയുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ താഴെയുള്ള പ്ലസ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഈ വാട്സാപ്പ് ഇവിടെ ലോക്കായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വീണ്ടും പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും താഴെ വന്നിട്ട് ഞാനിവിടെ യൂട്യൂബും കൂടി ഞാനിവിടെ ലോക്ക് ചെയ്തു. ഇപ്പോൾ ലോക്ക് ആണെങ്കിൽ നമ്മൾ വീണ്ടും ആ ഒരു പ്ലസ് ഐക്കണിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിലേക്ക് ആഡ് ആകുകയുള്ളൂ. ഇപ്പോൾ വാട്സാപ്പും യൂട്യൂബും ഇവിടെ ലോക്കായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. അതിനുശേഷം ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ആകുന്നില്ല. ഇനി നമുക്ക് ഇത് ഓപ്പൺ ആകണമെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഇവിടെ കൊടുക്കണം. ഫിംഗർ പ്രിൻ്റ് കൊടുത്ത ഉടനെ വാട്സാപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബാക്ക് വരാം. യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. യൂട്യൂബും ഇതുപോലെ തന്നെ ഓപ്പൺ ആകുന്നില്ല. നമുക്ക് വീണ്ടും ഫിംഗർ പ്രിൻ്റ് കൊടുക്കണം, എങ്കിൽ മാത്രമേ ഓപ്പൺ ആകുകയുള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ലോക്ക് ചെയ്യേണ്ടത്, ഇൻബിൽറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ലോക്ക് ചെയ്തിടാൻ സാധിക്കും. പ്രത്യേകിച്ച് ഗാലറി, അതുപോലെ തന്നെ നിങ്ങളുടെ ഫയൽ മാനേജർ, അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ്, നിങ്ങളുടെ മെയിൽ ID, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ വളരെ ക്ലിയറായിട്ട് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ലോക്ക് ചെയ്തിടാൻ പറ്റുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് ഇത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ലോക്ക് തൽക്കാലം ഉപയോഗിക്കേണ്ട എന്നാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ അത് ഡിസേബിൾ ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വലതുവശത്ത് മുകളിൽ ഒരു ഐ ബട്ടൺ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ ആ ഒരു ഫിംഗർ പ്രിൻ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് പാറ്റേൺ ആണോ അല്ലെങ്കിൽ നിങ്ങൾ പിൻ ലോക്കാണോ കൊടുത്തത് അത് നിങ്ങൾ ഇവിടെ കൊടുക്കുക. ഞാനിവിടെ ഫിംഗർ പ്രിൻ്റ് ആയതുകൊണ്ട് ഫിംഗർ പ്രിൻ്റ് കൊടുക്കുകയാണ്. ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ താഴെ നിങ്ങൾക്ക് ഫോഴ്സ് സ്റ്റോപ്പ് എന്ന് കാണാൻ സാധിക്കും, വലതുവശത്ത് താഴെ. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ
ക്ലിയർ കേച്ച് എന്ന് വലതുവശത്ത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിയർ ഡാറ്റ കൊടുക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ക്ലിയർ ഡാറ്റ കൊടുക്കുന്ന സമയത്ത് ഇവിടെ വീണ്ടും നിങ്ങളുടെ ആ ഒരു ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ പിൻ ലോക്ക് ഇവിടെ കാണിക്കും. ഞാൻ ഫിംഗർ പ്രിൻറ്റ് ഇവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ക്ലിയർ കേച്ച് ക്ലിയർ ഓൾ ഡാറ്റ എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും താഴെയുള്ളത് ആദ്യം കൊടുത്തു പോകരുത്, മുകളിലുള്ള ക്ലിയർ കേച്ച് തന്നെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ താഴെയുള്ള ക്ലിയർ ഡാറ്റ ഇവിടെ കൊടുക്കുക, ക്ലിയർ ഓൾ ഡാറ്റ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വാട്സപ്പ് ഓപ്പൺ ആകുന്നുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബും ഓപ്പൺ ആകുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു ആപ്പ് ലോക്ക് ഡിസേബിൾ ചെയ്യാനുള്ള ചെറിയൊരു ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.